പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ ബാസിലിക്ക പറഞ്ഞു ദൈവത്തെ, അതായത് അള്ളാഹുവിനെ സ്ഥാപിക്കാൻ നമുക്ക് ലോജിക്കും യുക്തിയും കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും പറഞ്ഞു. അപ്പോൾ പൊതുവെ ഈ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ബുറാക്കിൽ ആകാശയാത്ര നടത്തി, അതുപോലെ ചന്ദ്രനെ പിളർത്തി എന്നുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഇത്തരക്കാർക്ക് എന്ത് വിശദീകരണമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന്? നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ലോജിക്കിനെ കുറിച്ച് പറയുന്നു, യുക്തിയെക്കുറിച്ച് പറയുന്നു, യുക്തിപരമായ ഒരു ദൈവത്തിലേക്കൊക്കെ എത്തുന്നു. എന്നിട്ട് അങ്ങനെ യുക്തിപരമായി എത്തിയ ദൈവത്തിൽ അല്ലെങ്കിൽ ആ മതത്തിൽ പിന്നെ ഉള്ളത് യുക്തിരഹിതമായ കാര്യങ്ങളല്ലേ? കാരണം ബുറാക്കിൽ ഇങ്ങനെ പോയി എന്ന് പറയുന്നു, അതേപോലത്തെ ചന്ദ്രനെ പുലർത്തി എന്ന് പറയും. ഇതൊക്കെ യുക്തിപരമായിട്ട് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ സാധാരണ പോലെ സംഭവിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞ ബുറാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് പോയി, അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ റസൂൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പളർത്തി കാണിച്ചു. ഇതിങ്ങനെ സാധാരണ സംഭവമാണ് എന്നാണോ പഠിപ്പിക്കുന്നത്? അല്ല, ഇതൊരു അമാനുഷിക സംഭവമാണ്, അസാധാരണ സംഭവമാണെന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ തന്നെ അതിൽ യുക്തിരഹിത സാധാരണ ഒരു സംഭവം പോലെ റസൂല് ഇങ്ങനെ ചന്ദ്രനെ പുലർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, സാധാരണ സംഭവം അങ്ങനെ സംഭവിക്കൂലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ തന്നെ പറയുന്നത് എന്താണ്? ഇത് അമാനുഷികമായ അസാധാരണമായ സംഭവമാണെന്നാണ്. അവിടെ ഒന്ന് ആലോചിച്ചാൽ മതി, ആ ചോദ്യം ചോദിക്കുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് സാധാരണ സംഭവമായിട്ടല്ല പറയുന്നത്. സാധാരണ സംഭവം പോലെ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് യുക്തിരഹിതമാണ്. ഓക്കെ, പ്രപഞ്ച വ്യവസ്ഥയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ പിന്നെ അവിടെ എന്തോ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? അവിടെയാണ് ഇത് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുന്നത് ദൈവികമായ പ്രത്യേകമായ ഇടപെടലാണ്, റസൂലിന്റെ മുഅ്ജിസത്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ? എന്താ ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ റസൂലിന്റെ പ്രവാചകത്വം ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ചില വഴികളാണ് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. നമ്മളൊരു ദാഹിച്ചാൽ ദാഹം മാറ്റാൻ വെള്ളം കുടിക്കുന്നു, വെള്ളം എന്ന് പറയുന്ന കാരണത്തെ തേടിക്കൊണ്ട് ദാഹം മാറ്റുക എന്ന കാര്യം നമ്മൾ സാധിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ നമുക്ക് വിശക്കുക, ആ വിശപ്പ് മാറ്റാൻ ഫുഡ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന കാര്യത്തെ നമ്മൾ തേടുന്നു. അങ്ങനെ കാര്യകാരണ ബന്ധിതമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതാണ് സാധാരണ സംഭവങ്ങൾ. എന്നാൽ ആ കാര്യകാരണ ബന്ധത്തിന് അല്ലെങ്കിൽ ആ കാര്യകാരണ വ്യവസ്ഥക്കപ്പുറത്തായിട്ട് ഇടപെടാൻ ആർക്ക് സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കലി നമ്മൾ തെളിയിച്ച ദൈവത്തിന് സാധിക്കും. കാരണം ആ ദൈവം എങ്ങനെയുള്ളവനാണ്? ഈ മഹാപ്രപഞ്ചം തന്നെ സാധ്യമാക്കിയ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, കഴിവുകൾക്ക് ഒരു അതിരുമില്ലാത്ത, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോലെ ഈ പറഞ്ഞ വിശപ്പ് മാറ്റണമെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന ഒരു കാരണത്തെ തേടിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന രൂപത്തിൽ, കാര്യകാരണ ബന്ധിതമല്ലാത്ത രൂപത്തിൽ, ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും എന്തും സാധ്യമാകുന്ന കഴിവുകൾക്ക് പരിധികളില്ലാത്ത ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കലി കണ്ടെത്തിയ ദൈവം എങ്ങനെയുള്ളവനാണ്? എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എന്തിനും സാധിക്കുന്നവനാണ്. ഇനി പറയുക, എല്ലാറ്റിനും കഴിവുള്ള ദൈവത്തിന് അവന്റെ സൃഷ്ടികളിൽ ഒന്നായ ചന്ദ്രനെ 2 കഷ്ണമാക്കി അതിനെ വീണ്ടും യോജിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. എല്ലാറ്റിനും കഴിയുമെങ്കിൽ അത് കഴിയുമല്ലോ. എല്ലാറ്റിനും കഴിയുമെങ്കിൽ അത് കഴിയുമല്ലോ. എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഒരു സമുദ്രത്തെ പിളർത്താൻ സാധിക്കുമോ? എല്ലാറ്റിനും കഴിയുന്ന ദൈവമാണെങ്കിൽ അത് കഴിയൂലേ? എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് അവന്റെ പ്രവാചകനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ 7-ാം ആകാശത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാറ്റിനും കഴിവുള്ള ദൈവമാണെങ്കിൽ കഴിയൂലേ? കഴിയൂല എന്ന് പറയുകയാണെങ്കിൽ അത് യുക്തിരാഹിത്യാണ്. എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഇതിന് കഴിയൂലെന്ന് ചോദിച്ചാൽ കഴിയും എന്നതാണ് യുക്തി. അപ്പോ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള ദൈവമുണ്ട് എന്ന് നമ്മൾ സ്ഥാപിച്ചു. അത് യുക്തിപരമായി തന്നെ സ്ഥാപിച്ചാൽ ആ യുക്തിപരമായ സ്ഥാപനത്തിൽ തന്നെ എന്തുണ്ട്? എന്തിനും കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രവർത്തികൾ, മുഅ്ജിസത്തുകൾ, അത് സംഭവിക്കുക എന്നുള്ളത് പടച്ചവന് സാധ്യമാണ്. എപ്പോഴാണ് ഇത് അയുക്തികരമാകുന്നത്? എപ്പോഴാണ് ഇത് യുക്തിരഹിതമാകുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം എടുത്തിട്ട് ഇങ്ങനെ ചന്ദ്രൻ 2ആയി കഷ്ണാക്കുന്നു, പിന്നെ അത് യോജിപ്പിക്കുന്നു, അത് യുക്തിരഹിതമാണ്. മനുഷ്യനത് സാധ്യമല്ല. ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അത് സാധ്യമല്ല. ഈ വ്യവസ്ഥകൾക്കപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധിക്കുന്ന ഒരു സ്രഷ്ടാവിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഈ പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധ്യമല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ പടച്ചവന് മാത്രമേ സാധ്യമാവുള്ളൂ. ആ പടച്ചവൻ എന്ത് ചെയ്തു? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് ചില അത്ഭുത പ്രവർത്തികൾ എന്തിനു വേണ്ടി? അത് തന്നെ
പ്രവാചകന്റെ പ്രവാചകത്വം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇത് വെറുതെ അങ്ങനെ ഒരു ദിവസം പിന്നെ റസൂലിന് തോന്നിയപ്പോൾ ചെയ്ത കാര്യമല്ല. റസൂലിനോട് അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ അവിടെ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, താങ്കൾക്ക് എന്താണ് അങ്ങനെയൊന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയാണ്, ഇതൊന്നും എൻ്റെ കഴിവല്ല, എനിക്കതിന് സാധ്യമല്ല, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് ചരിത്രപരമായി അടക്കം തെളിവുകളുമുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത് വെച്ചാൽ, യുക്തിപരമായി നമ്മൾ ദൈവം ഉണ്ടെന്ന് സ്ഥാപിച്ചു. ആ ദൈവം എല്ലാത്തിനും കഴിവുള്ളവനാണ്, അഥവാ പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്കും ഇടപെടാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ഇടപെടാൻ കഴിവുള്ള ദൈവത്തിന് ചന്ദ്രനെ പിളർത്താൻ സാധിക്കും, വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും, ഭൂമിയെ പിളർത്താൻ സാധിക്കും, സമുദ്രത്തെ പിളർത്താൻ സാധിക്കും, അതുപോലെ തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം 50 പേർക്ക് വിളമ്പാൻ സാധിക്കും, എന്തിനും സാധിക്കും. കാരണം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ എല്ലാറ്റിനും സാധിക്കുന്ന ദൈവത്തെയാണ് യുക്തിപരമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഇതൊക്കെ സാധിക്കും എന്നതാണ് യുക്തി. സാധിക്കില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാണ് യുക്തിരഹിതം.